അല്ലാഹുവേ, നിന്നോട് തന്നെ സർവ വിഷയത്തിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു. കാരണം നിന്റെ സഹായമില്ലാതെ ഒരു ജിബ്രീലിനും സഹായിക്കാൻ കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരു എഞ്ചിനീയർക്കും കഴിയില്ല, ഒരു മന്ത്രിക്കും കഴിയില്ല, ഒരു പ്രധാനമന്ത്രിക്കും കഴിയില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കഴിയില്ല, ഒരു കോടതിക്കും കഴിയില്ല. നിന്റെ സഹായമില്ലാതെ സഹായിക്കാൻ ഇവിടെ ഒരു വ്യക്തിക്കും ശക്തിക്കും കഴിയില്ല. വഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ സർവ വിഷയങ്ങളിലും ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹ്, എത്ര കൃത്യമാണ് സുന്നത്ത് ജമാഅത്തിന്റെ തൗഹീദ്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവിടെ എങ്ങനെ അർത്ഥം വെച്ചത്? അസാധാരണ വിഷയങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, പിന്നെ ബാക്കിയുള്ളവർക്ക് അവനവൻ്റെ അമ്മാവനോടാ ചോദിക്കാം. എല്ലാ വിഷയത്തിലും അങ്ങനല്ലേ അവിടെ തഫ്സീർ ഫീ ജമീൽ മതാലിബ്, തേടപ്പെടുന്ന ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അത് ആരോട് തേടിയാലും, മുഖ്യമന്ത്രിയോട് തേടിയാലും, പ്രധാനമന്ത്രിയോട് തേടിയാലും, കോടതിയോട് തേടിയാലും, സുപ്രീം കോടതിയോട് തേടിയാലും, ഏത് നബിയോട് തേടിയാലും, ഏത് വലിയനോട് തേടിയാലും, ഏത് സാധാരണക്കാരോട് തേടിയാലും, ഏത് പണക്കാരനോട് തേടിയാലും, ഏത് ആരോഗ്യമുള്ളവനോട് തേടിയാലും, മുഴുവൻ വിഷയങ്ങളിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. കാരണം നിന്റെ സഹായമില്ലാതെ ആർക്കും ഇവിടെ ഒരു അണുമണി തൂക്കമൊന്നും ചെയ്യാൻ കഴിയൂല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. 5000 മലക്കുകളെ അയച്ച് സഹായിച്ചു അല്ലാഹു തആല ബദർ യുദ്ധത്തിൽ. എന്നിട്ട് അല്ലാഹ് അവസാനം പറഞ്ഞത് എന്താണ്? സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. കാരണം മലക്കുകൾ മുഖേനയുള്ള സഹായം അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായം തന്നെ. വഇയ്യാക നസ്തഈൻ. എത്ര ക്ലിയറാണ് മുസ്ലിമീങ്ങളുടെ തൗഹീദ്. ഈ തൗഹീദ് അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ എന്ത് ചെയ്തു? വിവരക്കേട് കൊണ്ട് ചിലർ പിടിച്ച് മുശ്രിക്കീങ്ങളായി ചിത്രീകരിച്ചു. അങ്ങനെയാണ് ഖവാരിജ് എന്ന് പറയുന്ന പുത്തൻവാദികൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചു. അങ്ങനെ സഹാബികളെല്ലാം ശിർക്ക് ചെയ്തവരാണെന്ന് വാദിച്ചു. അങ്ങനെ വാദിച്ചുകൊണ്ടാണ് മുശ്രിക്കാണ് എന്ന വിശ്വാസത്തിലാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തലക്ക് വാള് കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത് ഖവാരിജ്. ആ ഖവാരിജിന്റെ അതേ ആശയം കോപ്പിയടിച്ചു ചിലര്. മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന വാദം ഉന്നയിച്ചു. അങ്ങനെ ശിർക്കാരോപണം നടത്തി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു.